നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കുറേ നേരം നടന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമെന്ന്. ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നത് നമ്മൾ ടോയ്ലറ്റിൽ മുതൽ നമ്മൾ സോഫയുടെ അറേഞ്ച്മെന്റ് മുതൽ നമ്മുടെ സീറ്റിംഗ് എല്ലാം, അതായത് ഈ ഒരു പൊസിഷൻ, കാലധികം മടക്കാതിരിക്കുന്ന ഒരു പൊസിഷനാണ്. എനിക്കൊരു കൗതുകം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് ചൈനയിലേക്ക് ഒരു ചെറിയ വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്ന സമയത്ത് അവിടെ റോഡിലെല്ലാം ആൾക്കാരിങ്ങനെ ഇരിക്കുന്ന കാണാം. റോഡിന്റെ സൈഡിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പാർക്കിലോ അല്ലെങ്കിൽ എവിടെ ഷോപ്പിംഗ് മാളിലോ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ പണ്ടൊക്കെ നാട്ടിൻപുറത്ത് കണ്ടിരുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, ആൾക്കാരിങ്ങനെ കുത്തിയിരിക്കുന്ന ഒരു രീതി. അത് ആണും പെണ്ണും പ്രായഭേദമന്യേ എല്ലാവരും, അതിപ്പോൾ എത്ര വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇങ്ങനെ താഴെ കുത്തിയിരിക്കുന്ന ഒരു കാഴ്ച കാണാം. ശരിക്കും ഇതിനെപ്പറ്റി ഞാനൊരു എന്തുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോഴോ അല്ലെങ്കിൽ അത് വായിച്ചപ്പോഴോ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഈ ഡീപ്പ് സ്ക്വാട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പം ഈ യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ നമ്മൾ ശീലമാക്കിയതിന് ശേഷം നമ്മൾ ആരും അത്ര ഒരു ഡീപ്പ് സ്ക്വാട്ടിംഗ് പൊസിഷനിലേക്ക് പോയി ഇരിക്കാറില്ല. ഇപ്പം യോഗയിലൊക്കെ ആണെങ്കിൽ മലാസന പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പം അതിന് തീർച്ചയായിട്ടും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ജോയിൻസിലേക്കുള്ള ലൂബ്രിക്കേഷൻ അത്യാവശ്യം നന്നായിട്ട് നടക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ മുട്ടിൻ്റെയൊക്കെ മൊബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഓരോ മസിൽസും സ്ട്രെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു രീതി, പ്രത്യേകിച്ച് ഇപ്പം ക്വാഡ്രിസെപ്സ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഹാംസ്ട്രിങ്സ് ആയാലും, ഇതെല്ലാം ഒരു പരിധിക്കപ്പുറം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നമുക്കൊരു വ്യത്യാസം വരും. പക്ഷേ എല്ലാ ആൾക്കാരും എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വാമപ്പ് ചെയ്യുന്ന രീതിയിലായാലും, അതല്ല അതിനൊരു എന്താ പറയുക, ഒരു സ്ട്രെച്ചിങ്ങും ഒരു സ്ട്രെങ്ത്തും ഒരു സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. എപ്പോഴും നമ്മൾ സ്ട്രെങ്തനിങ് പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊബിലിറ്റി ആയാലും നമ്മൾ ഈ കുത്തിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ അബ്ഡമിനൽ ഓർഗൻസിന് ഉൾപ്പെടെ ഗുണം കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കണ്ടീഷൻ ഉള്ളവർക്ക് നമുക്കറിയാം, ടോയ്ലറ്റിലൊക്കെ കുറേ നേരം ഇരുന്നിട്ടാണ് മോഷൻ പോകുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ ഇന്ത്യൻ ടോയ്ലറ്റ് ആയിരുന്നെങ്കിൽ ആ ഒരു സ്ക്വാട്ടിംഗ് പൊസിഷനിൽ തന്നെയായിരുന്നു, ഒരു കംപ്ലീറ്റ് സ്ക്വാട്ട് അല്ലെങ്കിൽ കുത്തി ഇരുന്നിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെയായിരുന്നു കുറേ നേരം ഇരിക്കുന്നത്. അപ്പം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു പ്രഷറിൽ തീർച്ചയായിട്ടും ഈ ഒരു എന്താ പറയുക, ഡിഫിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റൂളൊക്കെ വോയിഡ് ചെയ്യാൻ, പുറത്തേക്ക് പോകാൻ സഹായിച്ചിരുന്നു. അപ്പോൾ അത് ആ കോളൻ ആയാലും അല്ലെങ്കിൽ അതുപോലുള്ള ഇന്റേണൽ ഓർഗൻസിൻ്റെ അലൈൻമെന്റ് ഒന്ന് കറക്റ്റ് ചെയ്യുകയും കുറച്ചുകൂടെ സുഗമമാക്കുകയും ചെയ്യും. അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇപ്പോൾ ടോയ്ലറ്റിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം കുടിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ ആ ഒരു പൊസിഷനിൽ ഒന്ന് ഇരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ആരൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങളും ഇതിനകത്തൊരു ഘടകമാണ്. അപ്പോൾ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഹിപ്പിൻ്റെയും അതുപോലെ തന്നെ നീ, ആങ്കിൾ, ഇതിൻ്റെ ഒരു അലൈൻമെൻ്റ് ഉണ്ട്. ഈ അലൈൻമെൻ്റ് എന്ന് പറയുന്നത് നമ്മളറിയാതെ നമ്മുടെ നടത്തത്തിലോ ഇരുത്തത്തിലോ ഒക്കെ നമുക്ക് വന്നുകൂടിയ ചില പോസ്ചർ ഡിഫക്ട്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, പല ദിവസങ്ങളിലാവുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അതിനുശേഷം ബോഡി തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു അലൈൻമെൻറ്റിലേക്ക് എത്തും. അപ്പോൾ ഇത് ഈ ഇരിക്കുന്ന സമയത്തും നമ്മൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അതായത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, ഒരുപാട് മുമ്പോട്ട് ഇങ്ങനെ കുനിഞ്ഞോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇരിക്കുന്നതിനെ കൂടിയെക്കാട്ടിലും നമ്മൾ കുറച്ചും കൂടെ ഒരു സ്ട്രെയിറ്റ് പൊസിഷനിൽ നേരെ ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഈ സ്ക്വാട്ട് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെ ഈ ചെറിയ സെമി സ്ക്വാട്ട്സ് ഒക്കെ ചെയ്യുമല്ലോ, അപ്പോൾ ഈ സെമി സ്ക്വാട്ട് ചെയ്യുന്നത് നല്ലതല്ലെന്നല്ല, പക്ഷെ അതിനെക്കാട്ടിയും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് ഡീപ്പ് സ്ക്വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ പറയുക, ഘട്ടം ഘട്ടമായിട്ട് വേണം ഈ ഒരു പൂർണ്ണമായിട്ട് ഇരിക്കുന്നതിലേക്ക് വരാൻ. പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരും കൂടുതൽ വെയിറ്റ് ഉള്ള ആൾക്കാരും, ഇപ്പം ആർത്രൈറ്റിസ് പോലുള്ള കംപ്ലയിൻസ് ഉള്ളവർ, മുട്ടുവേദന ഉള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ മുട്ടിന് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് താഴെ പോയി പെട്ടെന്ന് കുത്തിയിരിക്കരുത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെയിനും ഡാമേജും വരാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ ഇപ്പം ടീനേജേഴ്സോ അല്ലെങ്കിൽ ഒരു യൂത്തോ ഇടയ്ക്കിടയ്ക്കൊക്കെ എക്സസൈസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. എങ്കിൽ പോലും നമ്മൾ കുറച്ചൊന്ന് വാമപ്പ് ഒക്കെ ചെയ്ത് അതിനുശേഷം വേണം, ഒരു പാർഷ്യൽ സ്ക്വാട്ടൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒരു കംപ്ലീറ്റ് അല്ലെ ഡീപ്പ് സ്ക്വാട്ടിലേക്ക് പോകാനായിട്ട്. അത് പോയിട്ട് എത്ര മിനിറ്റ് ഇരിക്കണം എന്നുള്ളത് അപേക്ഷയാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു 30 seconds to 50 seconds അല്ലെ 1 minute പോകെ നമുക്കൊരു 1 to 2 minutes നമുക്ക് ഇരിക്കാം. മാക്സിമം ഒരു 3 to 5 minutes ഇരുന്നാൽ
ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു രീതിയിൽ ഇരുന്നാൽ മതി. അതിൽ കൂടുതൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കാല് വേദനയോ അല്ലെങ്കിൽ കാല് പരിക്കുന്ന ഒരു ഇഫക്റ്റ് ഒക്കെ വരാം, സർക്കുലേഷനൊക്കെ കുറഞ്ഞിട്ട്. അപ്പോൾ അതല്ലാത്ത പക്ഷം നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒരു മിനിറ്റോ 1.5 മിനിറ്റോ വേണമെങ്കിൽ വീണ്ടും ഇരിക്കാം. ആ ഒരു രീതി നമുക്ക് പിന്തുടരാം. എന്തായാലും ആദ്യം നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കാതിരിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹെമറോയിഡ്സ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ, അതായത് ഇപ്പം പൈൽസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തുള്ള പ്രഷർ കൂടുതൽ വരുന്ന എക്സസൈസസ്, അതായത് അബ്ഡമിനൽ പ്രഷർ വരുമ്പോഴത്തേക്ക് താഴേക്ക് ഏനൽ റീജിയനിലേക്കും നമുക്ക് ആ ഒരു പ്രഷർ വരാം. അപ്പം അങ്ങനെ വരുന്ന കൂടുതലായിട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ചു വേണം. അത് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷന് ശേഷം മാത്രമേ അങ്ങനെ നമുക്ക് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ല അതൊരു ചെയ്യരുത്. നോർമലി ഇപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ സമയമൊന്നുമില്ല, രാവിലെ ഏറ്റവും ഐഡിയലായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വയറിനകത്ത് ഫുഡെല്ലാം ദഹിച്ച് കഴിയണം. പ്രത്യേകിച്ച് രാവിലെ എപ്പോഴും നല്ലത് ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പ്. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സ്ക്വാട്ട് ചെയ്യുന്നത് നല്ലതല്ല. പിന്നെ ഒത്തിരി വെയിറ്റ് ഉള്ളവരാണെങ്കിൽ ഈ സ്ക്വാട്ട്, ഡീപ്പ് സ്ക്വാട്ട് പോലുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ പരീക്ഷിക്കാതിരിക്കുക. അതിനൊരു ഹെൽപ്പ്, അതായത് നമ്മളെ ട്രെയിൻ ചെയ്യുന്നോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെയോ അപ്പോൾ ഹെൽപ്പൊക്കെ എടുത്ത് നമുക്ക് എത്രത്തോളം ഒരു മസിൽ സ്ട്രെങ്ത് ഉണ്ട് എന്ന് നോക്കിയതിന് ശേഷം വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കൗതുകത്തെ പറ്റി ഞാനൊന്ന് പഠനം നടത്തി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും ഒരുപാട് നടക്കുകയും ഒരുപാട് ഇതേപോലെ കുത്തിയിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ ആരെയും നമുക്ക് ഒരുപാട് തടിയുള്ള ആൾക്കാരെ ഒന്നും ഈ റോഡിലൊന്നും അധികം കാണാനില്ല, ഇനി അല്ലാതൊക്കെ കാണാതിരിക്കും. പക്ഷേ പൊതുവെ ഈ പറഞ്ഞതുപോലെ അത് ശരീരത്തിന് വളരെ നല്ലതാണെന്നുള്ളൊരു ആശയം വന്നപ്പോഴത്തേക്ക് നമുക്കത് ആൾക്കാരുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.